ഹായ്, നമസ്കാരം പ്രിയമുള്ളവരെ. ഇത് എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള എണ്ണപ്പന പ്ലാന്റേഷനാണ്. എണ്ണപ്പനയുടെ തൈ ഏകദേശം ഒരു 3 മാസം പ്രായമായത്. അതിനുശേഷം ഏകദേശം 1 വർഷം പ്രായമായ തൈയാണ് ഈ കാണുന്നത്. ഇത് എണ്ണപ്പന 3 വർഷം പ്രായമായത് കാപിടിച്ചതിന് ശേഷമുള്ളതാണ്. ഇതിൽ ഈ ജട പോലെ കാണുന്നത് ആൺപൂവും മുന്തിരിയുടെ നിറത്തിലിരിക്കുന്നത് ഏകദേശം പഴുക്കുന്നതിന് മുൻപുള്ള എണ്ണപ്പനയുടെ കായാണ്. ആൺപൂവും പെൺപൂവും ഒരേ മരത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് എണ്ണപ്പനയുടെ കായ പഴുത്തതാണ്. പഴുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലിരിക്കും. ഇതിനെയാണ് വെട്ടി കൊണ്ടുവന്ന് ഫാക്ടറിയിൽ ആട്ടി എണ്ണയാക്കി നമുക്ക് കിട്ടുന്ന പാം ഓയിൽ. ഇത് മരുത് എന്ന് പറയുന്ന മരമാണ്. ഒരു ഈട് നിൽക്കുന്ന മരമാണ്. ഇതിൻ്റെ ഔഷധാവശ്യങ്ങൾക്കും ഇതിൻ്റെ പട്ട അഥവാ തൊലി ഉപയോഗിക്കാറുണ്ട്. ഇത് ദന്തപാല, സോറിയാസിസ് അതുപോലെ താരൻ ഒക്കെ മാറുന്നതിന് എണ്ണ ഉണ്ടാക്കുന്ന ദന്തപാല ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി. ഇത് കുറച്ച് വലിയൊരു ചെടിയാണ്. പാറക്കെട്ടുകളിലൊക്കെയാണ് ദന്തപാല സാധാരണ കണ്ടുവരാറുള്ളത്. ഇത് കമ്മട്ടി എന്നറിയപ്പെടുന്ന കടലാവണക്ക് എന്ന എൻ്റെ നാട്ടിൽ പേരുള്ള കടലാവണക്ക് ദന്തപാല, കടലാവണക്ക്, കമ്മട്ടി എന്നൊക്കെ പറയുന്ന വേലിപ്പത്തൽ. അപ്പോൾ വേലിപ്പത്തലിൻ്റെ കായയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ പച്ച നിറത്തിന് കാണുന്നത്. ഇത് പഴുത്തു കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് നിറത്തിലായിരിക്കും. പൂർണ്ണമായും ഒരു വിഷാംശം ഉള്ള ഒരു സസ്യമാണ്. ഈ കാണുന്നത് മടാട്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഇതിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഞാൻ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, താങ്ക് യു.